ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷവും ഒരു ഒരു പൊതുപ്രവർത്തകൻ അധികാരത്തിലിരിക്കുന്ന ആള് കൈക്കൂലി വാങ്ങിച്ച് കള്ളന്മാരെ പോലെ പെരുമാറി എന്ന് കോടതി വിധിച്ചിട്ട് നടപടിയെടുക്കാത്ത ഒരു സ്ഥിതിവിശേഷം കേരളത്തിലോ ഇന്ത്യയിലോ തൊഴിലാളി യൂണിയനുകളുടെ ചരിത്രത്തിൽ ആദ്യമാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അന്ന് ഈ ഇടതുപക്ഷ നേതാക്കന്മാരോടാണ് നിരാകാരം അവസാനിപ്പിക്കാൻ ഇടതുപക്ഷ നേതാക്കന്മാരെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി കശുവണ്ടി അഴിമതി കേസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അതിനെ കുറിച്ച് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏറ്റവും അവസാനം ബദറുദ്ദീൻ സാറിന്റെ ഒരു ഉത്തരവിറങ്ങി. ആ ഉത്തരവിനകത്ത് കൃത്യമായി ആർ ചന്ദ്രശേഖരനും അദ്ദേഹത്തോടൊപ്പം രണ്ടുപേരും കുറ്റക്കാരാണെന്ന് CBIയുടെ കണ്ടെത്തിയ കുറ്റം അത് ശരിവെച്ചുകൊണ്ട് ബദറുദ്ദീൻ സാർ ഉത്തരവിറക്കി. അതിന്റെ തുടരന്വേഷണം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്തെങ്കിൽ മാത്രമേ ബാക്കി 174 കോടി രൂപയുടെ കുറ്റം സംബന്ധിച്ച് CBI കോർട്ടിൽ തിരുവനന്തപുരം CBI കോർട്ടിൽ കേസ് ഓൾറെഡി നിലനിൽക്കുന്നു. അതിന് ഉപരിയായാണ് 400 കോടി രൂപയുടെ ഇതിന്റെ അഴിമതി കണ്ടുപിടിക്കണമെങ്കിൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കിട്ടി ചോദ്യം ചെയ്താലേ ബാക്കിയുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വേണം എന്ന് CBI കോർട്ട് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാം എഴുതി കൊടുത്തു. പക്ഷെ 3 തവണ ഈ പ്രോസിക്യൂഷൻ അനുമതി കേരള സർക്കാർ നിഷേധിക്കുകയാണ്. ആ അനുമതി നിഷേധിച്ചതിന്റെ പേരിലാണ് അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായി മാറുകയും അതിനുവേണ്ടി കേസ് കടകംപള്ളി മനോജ് കേസ് കൊടുക്കുകയും അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായി മാറുകയും ചെയ്തതിന്റെ പേരിൽ ഏറ്റവും അവസാനമായി ഓർഡർ ബിഫോർ 18 മെയ് 18-ാം തീയതിക്ക് മുമ്പായി ഒന്നീ പ്രോസിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അനുമതി കൊടുക്കും. അതല്ല എങ്കിൽ അതിന് ഉത്തരവ് നൽകേണ്ട മുഹമ്മദ് അനീഷിനെ ഇൻഡസ്ട്രി സെക്രട്ടറിയെ കോടതിയിൽ ഹാജരായി പറയണം എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അന്ന് ശിക്ഷിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പൊ നിലവിലാവുകയും പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ആർ ചന്ദ്രശേഖരൻ നടത്തിയ അഴിമതി സംബന്ധിച്ച്, അതല്ല സംഘടനയ്ക്കകത്ത് നടത്തിയ അഴിമതി സംബന്ധിച്ച് നിരവധി കേസുകൾ നിലനിൽപ്പോട്ട് കേരളത്തിലെ മുനിസിപ്പൽ കോടതിയിൽ റിപ്പോർട്ട്, തിരുവനന്തപുരം മുനിസിപ്പൽ കോടതിയിൽ റിപ്പോർട്ട്, ഏറ്റവും അവസാനമായി തിരുവനന്തപുരം സപ്പോർട്ടിൽ കൊടുത്ത ഒരു കേസ് സംബന്ധിച്ച് ഇലക്ഷൻ നടത്താൻ പാടില്ല, ഇവര് വേണ്ട പ്രാഥമികമായി ചെയ്യേണ്ട അഭിലേഷൻ ഫീസ് അടക്കം അടക്കാത്തതിനും അതിൽ തിരുമതി നടത്തിയതിന്റെ പേരിൽ ഇവര് ഇലക്ഷൻ നടത്താൻ ഇവരെ വെച്ചുകൊണ്ട് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സപ്പോർട്ടിൽ സ്റ്റേ ഓർഡർ തന്നെങ്കിലും ഈ സ്റ്റേ ഓർഡറിനെതിരെ ചന്ദ്രശേഖരൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞ് ഈ കേസിന്റെ തന്നെ പ്രോപ്റ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾ കാലതാമസം ഉണ്ടാകരുതെന്നുള്ള പേടി വേണ്ട, 1 മാസം കൊണ്ട് ഈ കേസ് ട്രയൽ ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ടിലേക്ക് വീണ്ടും അവിടെ കേസ് തള്ളി ഇവിടുത്തെ കോടതിയിലേക്ക് ഉത്തരവ് നൽകി. 3 മാസവും 10 ദിവസവും ഈ സബ്ജക്ട് ഈ കേസ് കേൾക്കുകയും ഏറ്റവും അവസാനം ഈ കേസ് ഒറ്റ വാക്കിൽ റിട്ടേൺ, കേസ് റിട്ടേൺ എന്നുള്ള ഒറ്റ വാക്കിൽ അവർ കേസ് റിട്ടേൺ. അതിനെ ചോദ്യം ചെയ്യുന്നത് നമ്മൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈക്കോടതിയിൽ നമ്മൾ നൽകിയ കേസ് നമ്പർ 1200 എന്ന് പറയുമ്പോൾ 2026 നമ്മൾ ഹൈക്കോടതി കേസിനകത്ത് 1 മാസത്തേക്ക് ഇലക്ഷൻ പ്രോസസ്സുകളെല്ലാം സ്റ്റേ ചെയ്തിരിക്കുകയാണ് കോടതി. അതിനുശേഷം ഇവിടെ ട്രയൽ കോർട്ടിൽ തന്നെ അല്ലെങ്കിൽ ഉപരി കോർട്ടിൽ അതനുസരിച്ച് കേസ് കേൾക്കണം എന്നുള്ള കാര്യത്തിൽ ഉത്തരവ് വരാനിരിക്കെ ഇതിന്റെ കേസ് അതുവരെ ഈ ഇലക്ഷൻ നടത്താൻ പാടില്ല എന്ന് ചന്ദ്രശേഖരൻ സ്റ്റേ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് ചന്ദ്രശേഖരൻ ഇപ്പം ശരിക്കും പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലിക പ്രസിഡന്റാണ്. 2025 ജനുവരി മാസം 28-ാം തീയതി ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുത്ത കാലാവധി 3 വർഷം കൊണ്ട് അവസാനിച്ചതിന് ശേഷം ഈ INTUCയുടെ ബൈലോ അനുസരിച്ചാണ് ചന്ദ്രശേഖരൻ ഇപ്പൊ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതുകൊണ്ട് താൽക്കാലിക പ്രസിഡന്റായി തുടരാം എന്നുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റായി തുടരുന്നത്. അല്ല, ഒരു കാര്യം കൂടിയുണ്ട്. INTUC പിണറായി ഗ്രൂപ്പായിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. സാധാരണ എങ്ങനെയാണ് INTUC ബ്രാക്കറ്റിൽ പിണറായി ഗ്രൂപ്പ്, അതനുസരിച്ചാണ് ചന്ദ്രശേഖരൻ ഈ കാര്യം. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന്റെ ഒരു ഷോക്കോസ് കൊടുത്തത് ആശാസമരവുമായി ബന്ധപ്പെട്ട്. ആ ഷോക്കോസ് കൊടുത്താൽ പാർട്ടി ഒരു നടപടി എടുത്തില്ല. പാർട്ടി നടപടി സ്വീകരിക്കണം എന്ന് പറയുന്നത് അദ്ദേഹം KPCC മെമ്പറാണ്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ AICC അംഗം കൂടിയാണ്. അതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് മാറ്റണമെന്നും INTUC ഈ ഇത്രയും കൃത്യവിലോപം നടത്തിയതിന് വേണ്ടി INTUC തുടർന്ന് അദ്ദേഹം പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ട് നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സജീവ് റെഡ്ഡിക്ക് കത്തും ഫാക്സും മെയിലും ഒക്കെ അയച്ചിട്ടുണ്ട്.
അതിന് നടപടി ഉണ്ടായി പുറത്താക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി ചന്ദ്രശേഖരനെതിരെ ഉള്ള കൂട്ടായ്മയും ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സമിതിയാകുന്നത്. ഇങ്ങനെ INTUC-യോ കോൺഗ്രസോ നടപടി എടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ഭാവി പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമ്മളുടെ ഇതിന്റെ ചെയർമാൻ കൂടിയായ INTUC അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായ RM പരമേശ്വരൻ വിവിധ അന്വേഷണ ഏജൻസികളായ ക്രൈംബ്രാഞ്ച്, സ്റ്റേറ്റ് വിജിലൻസ്, AG, അവസാനം CBI വരെ അന്വേഷിച്ച് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടു സംസ്ഥാന ഗവൺമെന്റ് പ്രോസിക്യൂഷൻ അനുവാദം നൽകാത്തതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കി. ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നു. ഇവിടെ വിചാരണ ചെയ്യണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. വിചാരണയിൽ കുറ്റക്കാരില്ലെങ്കിൽ അവർക്ക് തെളിയിക്കാം. അന്വേഷണം നടത്തി CBI കുറ്റക്കാരനെന്ന് കണ്ടെത്തി, 4 ഏജൻസികൾ കണ്ടെത്തി. അപ്പോൾ പൂർണ്ണമായും കുറ്റക്കാരനെ പറ്റി വിചാരണ നേരിടണമെന്ന് പറയുമ്പോൾ അതിനുള്ള പ്രോസിക്യൂഷനാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാതിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇപ്പോൾ KPCC ഭാരവാഹിയാണ്, AICC ഭാരവാഹിയാണ്, INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റോ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റോ ഒക്കെയാണ്. ഈ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വ്യക്തി മാറണം എന്നാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമിതി ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ 15 വർഷം INTUC തൊഴിലാളികളിൽ നിന്നും പിരിച്ച് പണിതെടുത്ത ഒരു കെട്ടിടം, അത് അവസാനം അതിന്റെ കുറെ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം നിയമപരമല്ലാതെ പണിതിന്റെ ഫലമായിട്ട് പൊളിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കോർപ്പറേഷൻ ഓർഡർ അനുസരിച്ച്. അപ്പൊ ആ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് പോലും ഒരു പിരിവെടുത്ത പ്രസ്ഥാനമാണ് INTUC പിണറായി വിഭാഗം എന്ന് പറയുന്നത്. കാരണം കെട്ടിടം പണിയുന്നതിന് വേണ്ടി പിരിവെടുക്കാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ കെട്ടിടം പൊളിക്കുന്നതിന് വേണ്ടി കണ്ടു സൂചിപ്പിച്ചു. പക്ഷെ ഇപ്പോഴും എന്നിട്ട് ആ കെട്ടിടം ഇപ്പോൾ വിൽക്കാനുള്ള ഒരു ശ്രമമായിട്ട് നടക്കുകയാണ്. INTUC തൊഴിലാളികൾ നാളുകളായി, വർഷങ്ങളായി, 15 വർഷമായി സ്വരൂപിച്ചു കൂട്ടിയ പണം കൊണ്ട് വാങ്ങി എന്ന് പറയപ്പെടുന്ന കെട്ടിടം വിൽക്കുവാനും അത് തൽപര കക്ഷികൾക്ക് ലാഭം ഉണ്ടാക്കുവാനുമായിട്ട് ഒരു നീക്കവുമായിട്ട് നടക്കുകയാണ്. അതിനെ ഞങ്ങൾ എതിർക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് സമിതി. അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ പാർട്ടിയോ അല്ലെങ്കിൽ INTUC-യോ നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഭാവി പരിപാടികൾ വീണ്ടും ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതായിരിക്കും. ഇത്രയും ദിവസം ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് നാളുകളായെങ്കിലും ഞങ്ങൾ മിണ്ടാതിരുന്നതിന്റെ കാരണം, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മളിങ്ങനെ പറയുന്നതിന്റെ ഭാഗമായിട്ട് അത് ചാനലിലും വാർത്തയിലൊക്കെ വന്ന് ഞങ്ങളുടെ പാർട്ടിക്ക്, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ദോഷമുണ്ടാകുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും നാൾ മിണ്ടാതിരുന്നത്. ഇനി ഇലക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്കുള്ളിലെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പുറത്തു പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ ചന്ദ്രശേഖരനെ പുറത്താക്കിക്കൊണ്ട് പുതിയ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം അത് സംഭവിക്കും. കേരളം ഉണ്ടായതിനു ശേഷവും ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷവും ഒരു പൊതുപ്രവർത്തകൻ അധികാരത്തിലിരിക്കുന്ന ആള് കൈക്കൂലി വാങ്ങിച്ച് കള്ളന്മാരെ പോലെ പെരുമാറി എന്ന് കോടതി വിധിച്ചിട്ട് നടപടിയെടുക്കാത്ത ഒരു സ്ഥിതിവിശേഷം കേരളത്തിലോ ഇന്ത്യയിലോ തൊഴിലാളി യൂണിയനുകളുടെ ചരിത്രത്തിൽ ആദ്യമാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഞങ്ങൾ ആൾട്ടർനേറ്റീവ് സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കാനും ചന്ദ്രശേഖരനെ പുറത്താക്കാനും തന്നെ തീരുമാനമെടുത്തുകൊണ്ട് ബാക്കി നടപടികളിലേക്ക് പോകുക. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് INTUC-യുടെ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഞങ്ങളുടെ യൂണിയനുകളുടെ ഒരു തെരഞ്ഞെടുപ്പ് സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. 2026 INTUC സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അഖിലേന്ത്യാ പ്രതിനിധി സമ്മേളനം നടത്തുന്നതിന്റെ ഭാഗമായി അതിനുള്ള പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അഖിലേന്ത്യാ കമ്മിറ്റി. ഇവിടെ പ്രോസസ് നടത്തുന്നതിനാണ് ഞങ്ങൾ സ്റ്റേ വാങ്ങിച്ചത്. എങ്കിലും ഞങ്ങൾ തെരഞ്ഞെടുപ്പാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമിതി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമിതി അതിൽപ്പെടുത്തി കേരളത്തിലെ അഭിലേറ്റർ 400ഓളം യൂണിയനുകൾ ചേർന്നിട്ട് ചന്ദ്രശേഖരനെ പുറത്താക്കിക്കൊണ്ട് അടിയന്തര നടപടിയെടുക്കും. അതിനുള്ള സമ്മേളനം എറണാകുളത്ത് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചതായിട്ടുണ്ട്. വിപുലമായ കൺവെൻഷനായിട്ടായിരിക്കും എറണാകുളത്ത് നടക്കുന്നത്. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത INTUC അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി, ഈ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ചെയർമാനുമായ RM പരമേശ്വരൻ, അതുപോലെ തന്നെ ഇതിന്റെ കോർഡിനേറ്റർമാരാണ്, സ്റ്റേറ്റിന്റെ കോർഡിനേറ്റർമാരാണ് ശിവകുട്ടി ഫ്രാൻസിലാണ്, ഞാൻ P സുധാകരൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി കൺട്രോളുടെ യൂണിയന്റെ ഭാരവാഹികളാണ്. ഇത് VJ വർഗീസ് ജോസഫ് ഞങ്ങളുടെ ഈ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അതെ, INTUC കർണാടകത്തിൽ 2 ആന്ധ്രാപ്രദേശിൽ 2, തമിഴ്നാട്ടിൽ 2, എല്ലാത്തിനും അംഗീകരിച്ചു.
ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എല്ലാവരെയും അംഗീകരിച്ചു. കർണാടകയിൽ 2 INTUC ആണ്. INTUC എണ്ണം കൂടുന്നതിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് യാതൊരു വിരോധവും. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അതിനാണ് ഞങ്ങൾ ഈ സമിതി ഉണ്ടാക്കിയിരിക്കുന്നത്. തദ്ദേശേന്ദ്രോടെ 172 യൂണിയൻ മാത്രമാണ് കേരളത്തിൽ 600 യൂണിയൻ ഉള്ളത്. ബാക്കി യൂണിയനുകൾ മുഴുവൻ ഞങ്ങളുടെ കൂടെ. എന്ന് മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളല്ല. നിങ്ങൾ ഇതിന്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന രക്ഷാധികാരിയുടെ പേര് വായിച്ചാൽ മനസ്സിലാകും. ട്രാൻസ്പോർട്ട്, വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ് തുടങ്ങിയ മുഴുവൻ യൂണിയനുകളും യൂണിയൻ അഭിനയിച്ച് ചെയ്ത യൂണിയൻ ഞങ്ങളോടൊപ്പമാണ്. കേരളം കൊച്ചി ഷിപ്പ്യാർഡ് അടക്കമുള്ള മേജർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പബ്ലിക് സെക്ടറുകളെല്ലാം നേതാക്കന്മാരെല്ലാം നമ്മുടെ ഈ സമിതിയോടൊപ്പം ചേർത്ത് പ്രവർത്തിക്കുന്നത്. അതിന്റെ സൈഡിലുള്ള പേരുകളൊക്കെ വായിച്ച ഏകദേശം മനസ്സിലാകും. ഇപ്പൊ തന്നെ INTUC 11 പേർക്കാണ് സ്ഥാനാർത്ഥിത്വം കിട്ടിയത്. അതിൽ 6 പേര് യഥാർത്ഥ INTUC ആയിട്ട് തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നവരും 5 BD സദസ്യ അടക്കമുള്ള നിരവധി യൂണിയനുകളുടെ പ്രസിഡന്റുമാരായിരിക്കുന്ന ആൾക്കാർ. അങ്ങനെ 13 പേരാണ് INTUC നിന്ന് മത്സരിച്ചത്. അവരുടെയൊക്കെ ഇലക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ സജീവമായി രംഗത്തുണ്ടായിരുന്നു. അവരുടെ ഇലക്ഷൻ പ്രവർത്തനം കഴിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമ്മേളനം വിളിക്കുന്നത്. അവരുടെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ ഈ സമിതി അഹോരാത്രം പഠിക്കും. 2 വോട്ടിനെ അംഗീകരിച്ചു. അതിനകത്ത് പിണറായി ഗ്രൂപ്പിനെ അംഗീകരിക്കുക. INTUC പിണറായി വിഭാഗം എന്നാണ് ഇപ്പൊ എഴുതുന്നത്. ഞങ്ങള് അഖിലേന്ത്യാ INTUCയുടെ സംസ്ഥാന ഘടകമായി കോൺഗ്രസ് അതിനാണല്ലോ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. തള്ളി പറയണത് ഒരിക്കൽ കോൺഗ്രസിനും UDF-നും എതിരായി ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ UDF-ന്റെ നേതാക്കന്മാരും VD സതീശൻ 9 പ്രാവശ്യം പോയിട്ട് ആശാസമരം. പക്ഷെ ആശാസമരത്തെ മന്ത്രിയുടെ കോൺഗ്രസ് വെച്ച് അവരെ ആ സ്ത്രീകളെ വളരെ മോശമായി അതിന്റെ ലീഡേഴ്സിന് തള്ളി പറഞ്ഞതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അടുത്ത സ്റ്റെപ്പ് വരും. അടുത്ത സ്റ്റെപ്പ് മോഡിന്റെ ഇതേപോലെ കശുവണ്ടിയുടെ കോർപ്പറേഷൻ ചെയർമാൻ ആക്കാൻ UDF ആവുന്നത് തയ്യാറാകട്ടെ. ഞങ്ങൾ പറയണ്ടേ, ഇയാളെ ആക്കിയ വീണ്ടും 570 പോസ്റ്റ് പിടിച്ചോളാം ഞങ്ങൾ പറയണ്ടേ. അതിനാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ കാര്യമുള്ളതൊക്കെ ഉണ്ടാകാൻ അത് ചെയ്തോളൂ. ഞങ്ങൾ പറയാതിരുന്ന അന്ന് ഈ ഇടതുപക്ഷ നേതാക്കന്മാരോടാണ് നിരാകാരം അവസാനിപ്പിക്കാൻ അറിയാൻ ഇടതുപക്ഷ നേതാക്കന്മാരെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി